നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് കുട്ടികൾക്ക് ടോയ്സ് വാങ്ങാനായിട്ട് കടയിൽ പോകാറുണ്ട്. ഇതില് ഏത് ടോയിയാണ് ശരിക്കും കുട്ടിക്ക് വാങ്ങേണ്ടതെന്ന് ഓർത്ത് കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടോ? എന്താണ് ശരിക്കും ഒരു നല്ല ടോയ്? എങ്ങനെയാണ് കുട്ടികൾക്ക് അവരുടെ ഏജിനനുസരിച്ച് ഒരു നല്ല ടോയ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? ഒരു നല്ല ടോയ് എന്ന് പറയുമ്പോൾ ആ കുട്ടി അത് യൂസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് സുരക്ഷിതമായിരിക്കണം. രണ്ടാമതായിട്ട് ആ കുട്ടി ഏത് ഡെവലപ്മെന്റൽ സ്റ്റേജിലാണോ, ഏത് വളർച്ചാ ഘട്ടത്തിലാണോ ഉള്ളത്, അതിനോട് യോജിച്ച രീതിയിലുള്ള ടോയ് ആയിരിക്കണം നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? അവർക്ക് ബ്രൈറ്റ് കളേഴ്സ് കാണാൻ ഇഷ്ടമാണ്, സൗണ്ട് കേൾക്കാൻ ഇഷ്ടമാണ്, സൗണ്ട് കേൾക്കുമ്പോൾ എവിടുന്നാണ് സൗണ്ട് വന്നതെന്നൊക്കെ തിരിഞ്ഞു നോക്കുന്നതാണ്. അതേപോലെ അവർക്ക് സാധനങ്ങൾ കൈ എത്തിപ്പിടിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സിലുള്ള ടോയ്സും അവർക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്സും കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്ന ടോയ്സുമാണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള ടച്ചും അവർ കേൾക്കുന്ന ചെറിയ ചെറിയ സൗണ്ടും ഈ ബ്രൈറ്റ് കളേഴ്സൊക്കെ അവരുടെ ബ്രെയിനിനെ ഒത്തിരി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി 6 മാസത്തിന് മുകളിലുള്ള 6 മാസത്തിന് 1 വയസ്സിനുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് നോക്കാം. അവർക്ക് ബോഡി പാർട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണും മൂക്കും വായൊക്കെയുള്ള കുഞ്ഞു ബേബി ഡോൾസ് കൊടുക്കാവുന്നതാണ്. പിന്നെ അവർക്ക് സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കി കണ്ടെയ്നേഴ്സിലായിട്ട് സൂക്ഷിക്കാനും പെറുക്കിയെടുത്ത് മാറ്റാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നമുക്ക് കുഞ്ഞു കണ്ടെയ്നേഴ്സും ഇടാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കൊടുക്കാം. തള്ളിയാലും നീങ്ങുന്ന കൂട്ട് സിമ്പിൾ വീലൊക്കെ ഉള്ള കൂട്ട് വെഹിക്കിൾസ് അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അവർക്ക് കൂടുതലും ടോയ്സ് വെച്ചിട്ടൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. സോ അവർക്കൊരു ബോൾ കൊടുക്കുകയാണെങ്കിൽ അവർ അത് പല വിധത്തിൽ ഇടാൻ നോക്കും. എന്തൊക്കെ രീതിയിൽ തിരിച്ചു ബൗൺസ് ചെയ്യുന്നൊക്കെ അവർ ശ്രദ്ധിക്കാറുണ്ട്. സോ അവർക്ക് ബോൾ കൊടുക്കാം. പിന്നെ വുഡൻ ബ്ലോക്സ് കൊടുക്കാം. അത് വെച്ച് സിമ്പിൾ ആയിട്ടുള്ള ടവറോ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം. ചെറിയ ക്രയോൺസും സ്കെച്ച് പെൻസിൽസ് ഒക്കെ കൊടുക്കുന്ന അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിനെ ഫിംഗർ മൂവ്മെന്റ്സിനെ ഒക്കെ എൻഹാൻസ് ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ ഈ പ്രായത്തിൽ ക്യൂരിയോസിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നമുക്ക് സ്വിച്ചസും നോബ്സ് ഒക്കെ ഉള്ള കൂട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റോ സൗണ്ടോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടൊക്കെ ടോയ്സ് അവർക്ക് നല്ലതായിരിക്കും. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടോയ് എന്ന് പറയുന്നത് വെറും ഒരു ഒബ്ജക്റ്റ് അല്ല. അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും ഒരു ടോയിനെ കാണുന്നത്. സോ അവർക്ക് നമുക്ക് കിച്ചൺ സെറ്റ്സും കൺസ്ട്രക്ഷൻ സെറ്റ്സ് ഒക്കെ പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള വുഡൻ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ അവരുടെ അറ്റൻഷൻ സ്പാനിനെയും ക്രിയേറ്റിവിറ്റിനെയും ഒക്കെ കൂട്ടുന്നതായിരിക്കും. ഇനി മുതൽ ഒരു കുട്ടിക്ക് ഒരു ടോയ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൈസോ കളറോ പ്രൈസോ ഒന്നും അല്ല മാറ്റർ ചെയ്യുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ആ കുട്ടി ആ ടോയ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.